പി സി ജോർജ് ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നമ്പി നാരായണന്റെ കേസ് പറഞ്ഞ കാര്യം നമ്പി നാരായണന്റെ കാര്യം പറഞ്ഞ കേൾക്കാം. ആ സത്യം അറിയട്ടെ, നമ്പി നാരായണന്റെ കാര്യം അല്ല, നമ്പി നാരായണന്റെ കാര്യം പാലക്കാട് ആലപ്പുഴയിൽ മിനിഞ്ഞാന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി സി ജോർജ് പറഞ്ഞത് കേൾക്കാം. ഞാൻ പറയാമെന്ന് പറഞ്ഞില്ല. അല്ല, അത് കേൾക്കട്ടെ. ഈ നാണം കെട്ട കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് 4 കൊല്ലം ജയിലിടുന്ന അറിയാമോ? ലോകത്തിന് മുമ്പിൽ കരയോലിക് എഞ്ചിൻ ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത വലിയ മനുഷ്യനെ CAA ചാരന്മാരുടെ കാശ് വാങ്ങിക്കൊണ്ട് തെണ്ടികൾ പിടിച്ച് അകത്തിട്ടു 4 കൊല്ലം. സുപ്രീം കോടതി കാശ് കൊടുക്കാന്ന് 1 കോടി രൂപ നഷ്ടപരിഹാരം. അറിയാമോ? ആ മനുഷ്യന്റെ കണ്ണീര് കണ്ടവൻ ഞാനാണ് 10 ലക്ഷം രൂപ അങ്ങനെ വീട്ടിൽ കൊണ്ടുപോകുന്നത് കേരള സർക്കാരിന്റെ. ഞാൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു, ഉമ്മൻചാണ്ടി മനപ്പുറം കാണിച്ച പൂക്കൃത്തരവാ ആ 10 ലക്ഷം അങ്ങനെ 1 കോടി വേണ്ടാന്ന് പറഞ്ഞു. സുപ്രീം കോടതി 1 കോടതി വിധിച്ചു 1 കോടി കൊടുക്കാൻ. അങ്ങനെ പറഞ്ഞു എനിക്ക് 1 കോടി വേണ്ട, PC 1 കോടി എനിക്ക് വേണ്ട, 10 ലക്ഷം ശിക്ഷ മേടിക്കണമല്ലേ ഞാൻ, ഇല്ലെങ്കിൽ ചരിത്രത്തിൽ ഞാൻ പേടിച്ചില്ലെങ്കിൽ ഞാൻ കള്ളാന്ന് പറയല്ലേ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഉമ്മൻചാണ്ടി ചേട്ടനോട് കൊണ്ട് കാശ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊടുക്കാമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ഉമ്മൻചാണ്ടി ചോദിച്ചോ, ഇത് ഞാൻ വീട്ടിലോട്ട് പോയി 10 മിനിറ്റ് ഉമ്മൻചാണ്ടി ചോദിച്ചു ഫീസ് തന്നെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ചെന്ന് ഈ 10 ലക്ഷം രൂപ ചെക്ക് എടുത്തുകൊണ്ട് അങ്ങനെ വീട്ടിൽ കൊടുത്തത് ഞാനാ. ചോയിര് നമ്പിനാരായണൻ ജീവിച്ചിരിപ്പുണ്ട്. പൊന്നു മോനെ കൊച്ചനാ, അറിയില്ല എന്നെ വേദന. ശ്രീ നമ്പി നാരായണൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ നമ്പി നാരായണൻ, ഒന്ന് പി സി ജോർജ് പറയുന്നു 4 കൊല്ലം നമ്പി നാരായണൻ ജയിലിൽ കിടന്നു എന്ന്. എത്ര ദിവസം ജയിലിൽ കിടന്നു ശ്രീ നമ്പി നാരായണൻ? പിന്നെ അതിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞ വാസ്തവമല്ല. ഞാൻ ജയിലിൽ കിടന്നത് 50 ദിവസമാണ്. ദാറ്റ് ഈസ് ഫ്രം നവംബർ 30 മുതൽ ജനുവരി 19 വരെ. എക്സാക്ട് 50 ഡേയ്സ് ആണ്. പിന്നെ ഒരു കാര്യം സുപ്രീം കോടതി 1 കോടി രൂപ ശ്രീ നമ്പി നാരായണന് നഷ്ടപരിഹാരമായി വിധിച്ചിട്ടുണ്ടോ? ഇല്ല, എന്തോ കൺഫ്യൂഷൻ. സുപ്രീം കോടതി ടുവേർഡ്സ് ദ കാസ്റ്റ് ചെലവിന് വേണ്ടി 1 ലക്ഷം രൂപ 6 പേർക്കും കൊടുക്കാൻ പറഞ്ഞു, ഞാൻ ഉൾപ്പെടെ. അത് കോമ്പൻസേഷൻ അല്ല, ഒരാളുടെ കോമ്പൻസേഷൻ അല്ല, അത് കാസ്റ്റ് ആണ്. ആ കാസ്റ്റ് കഴിഞ്ഞിട്ട് കോമ്പൻസേഷന് ഞാൻ സൂ ചെയ്തിട്ടുണ്ട്. അത് ആ കേസ് ഇപ്പോഴും നിലവിലാണ്. അത് തിരുവനന്തപുരത്തെ സബ് കോടതിയിലല്ലേ ആ കേസ്? തിരുവനന്തപുരത്ത് സബ് കോടതിയിലാണ്. അത് 1 കോടി രൂപയുടെ കോമ്പൻസേഷൻ സൂട്ടാണ്. അത് അവിടെ ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷേ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എനിക്ക് 10 lakhs ഇന്ററിം ഇമ്മീഡിയറ്റ് റിലീഫ് എന്നും പറഞ്ഞ് ഒരു ഓർഡർ പാസ്സാക്കി. അത് 2001 മാർച്ചിലാണ്. ആ 10 ലക്ഷം രൂപ ആക്ച്വലി ഗവൺമെന്റ് അതിനെ സ്റ്റേ മേടിച്ചിട്ട് ഇമ്മീഡിയറ്റ് റിലീഫ് തന്നില്ല. പിന്നെ 11 വർഷം കഴിഞ്ഞിട്ട് 2012 ആക്ച്വലി എന്റെ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ നായരുടെ അധ്വാനം കൊണ്ട് ആ 10 ലക്ഷം രൂപ എനിക്ക് കിട്ടി. ഒരു സംശയം ശ്രീ നമ്പി നാരായണൻ, പി സി ജോർജ് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ചെന്ന് 1 കോടിക്ക് 10 ലക്ഷത്തിന് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ തന്നത് പി സി ജോർജ് ആണെന്ന് പറയുന്നത് ശരിയാണോ? അത് ശരിയാണോ? അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ആക്ച്വലി CN രാമചന്ദ്രന്റെ ബെഞ്ച് അലൗ ചെയ്തതാണ് ഈ 10 lakhs. അത് ആക്ച്വലി ആർക്കെങ്കിലും ഞാൻ നന്ദി പറയണമെങ്കിൽ അത് മിസ്റ്റർ ഉണ്ണികൃഷ്ണനാണ്. അത് കഴിഞ്ഞിട്ട് ആ പൈസ DGP വഴിക്ക്, മിസ്റ്റർ ബാലസുബ്രഹ്മണ്യം DGP ആയിരുന്ന സമയത്ത് ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണ് എന്റെ വീട്ടിൽ എത്തിച്ചത്. ഇതാണ് നടന്നത്. അതായത് 10 ലക്ഷം രൂപ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടക്കാല ഇന്ററിം റിലീഫായി, ഇടക്കാല ആശ്വാസമായി അനുവദിച്ചു. അത് സർക്കാർ തരാതിരുന്നു. ഹൈക്കോടതിയിൽ പോയി സിംഗിൾ ബെഞ്ച് സർക്കാരിന്റെ തീരുമാനം ശരിവെച്ചു. ഡിവിഷൻ ബെഞ്ച് ആ 10 ലക്ഷം രൂപ ഉടൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സർക്കാർ അത് കൊടുക്കാൻ തീരുമാനിച്ചു. 10 ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ് സംസ്ഥാനത്തെ അന്നത്തെ DGP ആയിരുന്ന ബാലസുബ്രഹ്മണ്യം താങ്കളെ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഒരു പോലീസുകാരൻ വീട്ടിലേക്ക് കൊടുത്തയച്ചു. ഇതല്ലേ സത്യം? ഒരിക്കൽ കൂടി പി സി ജോർജ് ആലപ്പുഴയിൽ പറഞ്ഞ കാര്യം കേൾക്കാം. ഒരിക്കൽ കൂടി പി സി ജോർജിന്റെ വാക്കുകൾ അത് കേൾക്കാം. പി സി ജോർജ്, ഞങ്ങളൊക്കെയാണല്ലോ കള്ളന്മാർ. ഒരു കേൾക്കട്ടെ, കേൾക്കട്ടെ. ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ ഈ നാണം കെട്ട കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് 4 കൊല്ലം ജയിലിടുന്ന അറിയാമോ? ലോകത്തിന് മുമ്പിൽ കരയോലിക് എഞ്ചിൻ ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത വലിയ മനുഷ്യനെ
CIA ചാരന്മാരുടെ കാശ് വാങ്ങിക്കൊണ്ട് തെണ്ടികൾ പിടിച്ച് അകത്തിട്ട് 4 കൊല്ലം. സുപ്രീം കോടതി കാശ് കൊടുക്കാമെന്ന് 1 കോടി രൂപ നഷ്ടപരിഹാരം. അറിയാവോ? ആ മനുഷ്യന്റെ കണ്ണിലെ കണ്ണീര് കണ്ടവൻ ഞാനാണ്. 10 ലക്ഷം രൂപ അങ്ങനെ വീട്ടിൽ കൊണ്ട് കൊടുത്തത് കേരള സർക്കാരിന്റെ. ഞാൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു, ഉമ്മൻചാണ്ടി മനപ്പുറം കാണിച്ച പൂക്കൃത്തരവാ ആ 10 ലക്ഷം അങ്ങനെ 1 കോടി വേണ്ടാന്ന് പറഞ്ഞു. സുപ്രീം കോടതി 1 കോടതി വിധിച്ചു 1 കോടി കൊടുക്കാൻ. അങ്ങനെ പറഞ്ഞു എനിക്ക് 1 കോടി വേണ്ട, PC 1 കോടി എനിക്ക് വേണ്ട, 10 ലക്ഷം ശിക്ഷ മേടിക്കണമല്ലേ ഞാൻ, ഇല്ലെങ്കിൽ ചരിത്രത്തിൽ ഞാൻ പേടിച്ചില്ലെങ്കിൽ ഞാൻ കള്ളാന്ന് പറയല് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഉമ്മൻചാണ്ടി ചേട്ടനെ കൊണ്ട് കാശ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊടുക്കാമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ഉമ്മൻചാണ്ടി ചോദിച്ചോ, ഇത് ഞാൻ വീട്ടിലോട്ട് പോയി 10 മിനിറ്റ് ഉമ്മൻചാണ്ടി ചോദിച്ചു പീസ് തന്നെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ചെന്ന് ഈ 10 ലക്ഷം രൂപ ചെക്ക് എടുത്തുകൊണ്ട് അങ്ങനെ വീട്ടിൽ കൊടുത്തത് ഞാനാ. ചോദിര് നമ്പീരാണം ജീവിച്ചിരിപ്പുണ്ട്. പൊന്നു മോനെ കൊച്ചനാ, അറിയില്ല എന്നെ വേദന